ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രം അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കിക്കാണ്. അപ്പോൾ മാഷ് പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ഈ തവണ നീ ഓരോ കാര്യം ചെയ്യുമ്പോൾ നല്ലപോലെ സൂക്ഷിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇത്തവണ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കരയാനായിട്ടും കണ്ണീരൊഴുക്കാനായിട്ടും ഞങ്ങൾ മാത്രമല്ല വേദയ്ക്കും കൂടി അതിൻ്റെ ബുദ്ധിമുട്ട് വരും. അപ്പോൾ പണ്ടത്തെ പോലെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്ന ആളല്ല വേദ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അതിനെക്കുറിച്ചൊക്കെ നല്ല ബോധം ഉണ്ട് വെച്ചാൽ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ എന്നാൽ ശരി, നീ വിചാരിച്ച പോലെ ചെയ്യാൻ പറയുന്നുണ്ട്. അങ്ങനെ അകത്തേക്ക് വരുമ്പോൾ കമലാമ്മ മാഷോട് ചോദിക്കുകയാണ്, മാഷെ എന്താ അവൻ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അതങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, അവൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്, എന്തായാലും അത് നല്ലതിന് വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ പറയുകയാണെ. അപ്പൊ കമലാമ്മ ചോദിക്കുന്നുണ്ട്, എന്നാലും അവൻ ആ എടുത്ത തീരുമാനം എന്താണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവര് തെറ്റ് തിരുത്താനായിട്ട് ദൈവം ഓരോരുത്തർക്കും ഓരോ അവസരങ്ങൾ കൊടുക്കും കമല. അപ്പം അത് മക്കളാവുമ്പോൾ അവരത് ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മളതിന് കൂട്ടു നിൽക്കല്ലേ വേണ്ടത് എന്ന് പറയും കേട്ടോ. അങ്ങനെ എന്ത് തെറ്റ് തിരുത്താനാണ്? അവൻ ചെയ്തിട്ടുള്ള തെറ്റുകൾ മുഴുവൻ ആ ശ്രീനിവാസിന് വേണ്ടിയിട്ടല്ലേ? ആ തെറ്റുകളൊക്കെ ഇനി തിരുത്താൻ പറ്റുമോ എന്ന് ചോദിക്കാൻ കേട്ടോ. അങ്ങനെ ഒരു തെറ്റ് തിരുത്തേണ്ട കാര്യം വന്നിട്ടുണ്ട്, അപ്പം അതവൻ ചെയ്യട്ടെ കമലാന്ന് ചോദിക്കാൻ കേട്ടോ. മാഷ എന്തിനാണ് എന്നിൽ നിന്ന് ഒളിച്ചു വെക്കുന്നത് മാഷേന്ന് ചോദിക്കാണ്ട്. ഒളിച്ചു വെക്കുന്നല്ല കമല, നിനക്ക് പേടിയാവുമെന്ന് വിചാരിച്ചിട്ടാ. ഇനി എന്ത് പേടിക്കാനാണ്? ഇനി എന്താ പേടിയാണ് നമുക്ക് ജീവിതത്തിൽ വരാനുള്ളത്? മാഷ് പറയുന്നു പറയട്ടോ. അങ്ങനെ മാഷ് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സാരില്ല മാഷേ, അതവൻ ചെയ്യട്ടെ, അതവൻ ചെയ്യേണ്ടത് തന്നെയാണ്. ദൈവം കൂട്ടിച്ചേർക്കാൻ തീരുമാനിച്ച ഒരു ബന്ധം അവനായിട്ട് ഇല്ലാണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് അവൻ തന്നെ ശരിയാക്കി കൊടുക്കണത് നല്ലതാണ് എന്ന് പറയട്ടോ. അപ്പം മാഷക്കും അത് സന്തോഷമാവും കേട്ടോ. അപ്പം ഞാനും അത് തന്നെയാണ് ആലോചിക്കുന്നത്, അതങ്ങനെ തന്നെ നടക്കട്ടെ. എന്തായാലും ഇതുവരെ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ അവൻ നേരിട്ടില്ലേ, ഇതിലെന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതും അവൻ നേരിട്ടോളും മാഷേ. അതിനെക്കുറിച്ച് ആലോചിച്ച് എനിക്ക് ടെൻഷനും പേടിയൊന്നുമില്ലാന്ന് കമലാമ്മ പറയും കേട്ടോ. പിന്നെ കാണിക്കുന്നത് നന്ദിനിയാണ് കേട്ടോ. നന്ദിനി ഇങ്ങനെ ആലോചിച്ച് ചിന്തിച്ചിരിക്കാൻ കേട്ടോ. അപ്പോൾ മനുഷ്യ, നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ ചോദിക്കുന്നത്. എന്ത് എന്ന് ചോദിക്കട്ടോ. അല്ല എന്നാലും അവൻ വന്നത് എന്തിനായിരിക്കും എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. എനിക്കറിയില്ല. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. പറയും. വർഷയെടുത്ത് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് വേദ അത്രയും നാൾ അവൻ അവിടെ ഒളിപ്പിച്ച് താമസിച്ചല്ലേ. ശ്രീകാന്തേട്ടൻ വലിയ ടെൻഷനും വിഷമത്തിൽ ദേഷ്യത്തിലൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇവനിവിടെ വന്ന നിലയ്ക്ക് അല്ല, നമ്മൾ ഇത് കാര്യം അവരെ വിളിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ശ്രീകാന്തേട്ടൻ നമുക്ക് പൈസ തരും, നല്ലൊരു എമൗണ്ട് തരാതിരിക്കൂല എന്ന് പറയട്ടെ. അപ്പോൾ വിനായകൻ അത് ശരിയാണല്ലേ എന്ന് ചോദിക്കും. അതെ അത് ശരിയാണ്. വിനായകനും കൂടെ താല്പര്യമുണ്ടെന്ന് പറഞ്ഞോട് കൂടിയിട്ട് നന്ദിനി വീണ്ടും പറഞ്ഞു തുടങ്ങുകയാണ് കേട്ടോ. എന്തായാലും ഈ കാര്യം വർഷയെടുത്തിന് വിളിച്ച് പറയാം. ഇവിടെ ഉണ്ടെന്നൊന്നും പറയണ്ട, ആദ്യം എത്ര എമൗണ്ട് തരും നോക്കാം. എമൗണ്ട് ബാങ്കിലെത്തിയതിന് ശേഷം നമുക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മതി. എന്താ എന്ന് ചോദിക്കാൻ കേട്ടോ. അവൻ എവിടെ ഉണ്ടെന്ന് ഇപ്പം കാണിച്ചു കൊടുക്കണ്ടെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ചെയ്യാനില്ലേ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലതല്ലേ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ വിനായകൻ നീ പറഞ്ഞത് ശരി തന്നെയാണ്, അല്ലറ ചില്ലറ കാശൊക്കെ ഞാൻ അയാളിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഇതാകുമ്പോൾ ഇത്തിരി വലിയ എമൗണ്ട് കിട്ടുമല്ലേ എന്ന് ചോദിക്കും. അതെ നിനക്ക് ബുദ്ധിയൊക്കെ ഉണ്ടല്ലേ. അപ്പം ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും ഇതുപോലൊരു വളഞ്ഞ ബുദ്ധിയൊക്കെ സ്വീകരിക്കാൻ നിനക്ക് പറ്റുള്ളൂ. നിനക്ക് ഞാനൊരു സമ്മാനം തരട്ടെ. അതിന് എന്ത് സമ്മാനമോ എന്ന് ചോദിക്കാനിട്ട്. സമ്മാനം എന്ന് പറയല്ല, കവിളടച്ച് ഒന്നും കൊടുക്കാൻ കേട്ടോ. ഒന്നുമല്ല കേട്ടോ, 2 കൊടുക്കും. 2 കവിളത്ത് മാറി കൊടുക്കാണ്. എന്താണ് നീ വിചാരിച്ചതെന്ന് ചോദിക്കാനിട്ടോ. എന്നിട്ട് പിടിച്ച് വലിച്ച് കട്ടിലേക്ക് ഒരു തള്ളാണേ. അങ്ങനെ ചെന്ന് കട്ടിൽ വീഴാണ്ട് മര്യാദയ്ക്ക് സംസാരിച്ചോളണം. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ആ ശ്രീകാന്തിനെ നക്കാപ്പിച്ചയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അനിയനെ ഒറ്റ കൊടുക്കണമല്ലേടി. നിനക്ക് എങ്ങനെ പറയാൻ തോന്നിയടി ഇത് എന്നൊക്കെ ചോദിക്കണം. അല്ല വിനിയേട്ടാ, ഞാൻ മിണ്ടി പോകരുത്. നീ ഇത്രയും വേഷമുള്ളവളായിരുന്നല്ലേടി മനസ്സിൽ. എന്തായാലും ഞാനൊരു കാര്യം പറഞ്ഞിരിക്കാം. ഇതിപ്പോൾ ഞാൻ ഇവിടെ അച്ഛനോട് പറയട്ടെ ചോദിക്കാം. അയ്യോ വിനേട്ടാ, ശരി, ഒരു കാര്യം ഞാൻ പറയാം. നാളെ നേരം വെളുക്കുമ്പോൾ നീ നിന്റെ കെട്ടും പാണ്ടും ഒക്കെ ആയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കണം. അമ്മയ്ക്ക് വയ്യാന്നോ അച്ഛന് വയ്യാന്നോ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. പക്ഷേ നീ ഞാനും കൂടി നീ ഒത്തൊരുമിച്ച് യോജിച്ച് ജീവിച്ച് പോകൂല. നീ നാളെ നേരം വെളുപ്പിന് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം. അയ്യോ വിനേട്ടാ, ഞാൻ എവിടേക്ക് ഇറങ്ങാനാണ് വിനേട്ടാ എന്നൊക്കെ നന്ദിനി ഇങ്ങനെ പറയാനേ. അപ്പം അതൊന്നും എനിക്കറിയണ്ട. നീ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോകണം എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വിനായകൻ പറയാണ്, നിന്റെ മനസ്സിലിരിപ്പ് ഞാൻ ഇങ്ങനെയാണെന്ന് വിചാരിച്ചില്ലടി എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ വർഷമല്ല നമ്മുടെ നന്ദിനി പറയാണ്, ഇപ്പം തെറ്റുകാരി ഞാനായില്ലേ. എല്ലാ കാര്യങ്ങൾക്കും വിനയേട്ടനെ കൂട്ടു നിന്നിട്ടുള്ള ഞാനല്ലേ. നിങ്ങൾ പറഞ്ഞില്ലേ ശ്രീകാന്തിൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചെന്ന്. ആ പൈസ ഒക്കെ മേടിച്ചിട്ടുണ്ടെന്നുള്ള ശരി തന്നെ. പക്ഷെ അതൊക്കെ പോയിട്ടുള്ളതേ വിനായകൻ്റെ അക്കൗണ്ടിലേക്ക് തന്നെയാണ്. എന്താ അതറിയൂലേ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ വിനായകനൊന്നും മിണ്ടാതെ കുമ്പിട്ട് വെക്കാണ് കേട്ടോ. അതെ, ഞാനൊരു കാര്യം പറഞ്ഞിരിക്കാം. നാളെയല്ല മറ്റന്നാളല്ല, ഈ ജന്മം മുഴുവനായാലും ഞാൻ നിങ്ങളെ കൊണ്ട് പോകുള്ളൂ. ഞാൻ പോകണ്ടെങ്കിൽ നിങ്ങളും കൂടെ പോകും. അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് ഇവിടുന്ന് പോകുമെന്ന് നിങ്ങൾ വിചാരിക്കേ വേണ്ട. തൽക്കാലം നമ്മൾ കാശൊക്കെ കുറച്ച് കൂട്ടി വെച്ചിട്ടില്ലേ, ആ കൂട്ടി വെച്ച കാശ് കൊടുത്തിട്ടേ നമ്മൾ കാണാൻ പോയില്ലേ ഒരു സ്ഥലം, ആ സ്ഥലവും വീടും എൻ്റെ പേരിൽ അങ്ങനെ രജിസ്റ്റർ ചെയ്ത് മേടിച്ചേക്കിട്ടാ. എനിക്ക് നിങ്ങളുടെ അനിയൻ അവളുണ്ടല്ലോ വേദ, അവളെയും കൊണ്ട് ഇവിടേക്ക് വീട് മാറി താമസത്തിന് വരുമ്പോഴേ
എനിക്കിവിടെ താമസിക്കാൻ പറ്റില്ല, അപ്പോഴേക്കും നമുക്ക് രണ്ടുപേർക്കും ഇവിടെ നിന്ന് മാറണം എന്ന് പറയാനിട്ടോ നന്ദിനി. അപ്പോൾ വിനായകനൊന്നും മിണ്ടുന്നില്ല കേട്ടോ. ഇതേ ഇനി വേണമെങ്കിൽ നിങ്ങൾ ആ വീടിന് ശ്രീ വിനായകനും കൂടെ പേരിട്ടോ, പക്ഷേ എന്നെ ഒഴിവാക്കാമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ജന്മത്തെ നടക്കൂല എന്ന് പറഞ്ഞിട്ട് നന്ദിനി അവിടെ നിന്ന് പോകുകയാണേ. പിന്നെ കാണിക്കുന്ന വിശ്വനെ ശ്രീജനെയാണ് കേട്ടോ. അവർ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. എന്തായാലും ഒരു ആശ്വാസമായില്ലേ വിക്രമിനെ കണ്ടപ്പോൾ. വേദന സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ വലിയ ആശ്വാസമായി. എന്നാലും ഇത്രയും നാൾ അവളവിടെ വിക്രമിനെ ഒളിപ്പിച്ച് താമസിപ്പിച്ചില്ലേ, എന്നിട്ട് പിന്നെ നേരെ ഇങ്ങോട്ട് വരാണ്ട് പിന്നെ എന്തിനായിരിക്കും അവർ വേറൊരു ദൂരൊരു സ്ഥലത്തേക്ക് ഒളിച്ചോടി പോയത്? ശ്രീകാന്ത് ഇനി എന്തൊക്കെയോ തീരുമാനങ്ങളുണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ശ്രീകാന്തിൻ്റെ ലക്ഷ്യം എന്തായിരിക്കും എന്നൊക്കെ ശ്രീജ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ വിഷയം പറയണം, അതിനെക്കുറിച്ച് നമുക്ക് വേദം കൊണ്ട് തിരിച്ചു വന്നാലല്ലേ അറിയാൻ പറ്റുള്ളൂ. അതിന് മുമ്പായിട്ട് നമുക്കൊന്നും അറിയാൻ പറ്റൂല. തൽക്കാലം നമുക്ക് ആശ്വാസമായല്ലോ, അവരെവിടെയെങ്കിലും ഉണ്ടെന്നുള്ളത് അറിഞ്ഞല്ലോ. അച്ഛൻ ഭക്ഷണം കഴിച്ചിട്ട് എത്ര നാളായി, മര്യാദയ്ക്ക് അമ്മ ഭക്ഷണം കഴിച്ചിട്ട് എത്ര നാളായി, എന്തായാലും വന്നത് തന്നെ ഒരു ആശ്വാസം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവർ ആശ്വസിക്കുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് വേദ ഉറങ്ങണേ. അപ്പോൾ മേരി ചേച്ചിയും കൂടി ഉണ്ട് കേട്ടോ വേദയുടെ കൂടെ. അപ്പോൾ മൊബൈൽ ബെല്ലടിക്കുമ്പോൾ നോക്കുമ്പോൾ വിക്രമാണ്. വേഗം തന്നെ പുറത്തേക്ക് എടുത്തുകൊണ്ട് വരികയാണേ. എന്നിട്ട് ഞാൻ ഇത്രയും നേരമായിട്ട് വിളിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചതേ ഉള്ളൂ. ഇപ്പോൾ എവിടെയാണ്, വീട്ടിലാണോ? ഇപ്പോൾ വീട്ടിലാണ്, വീട്ടിലെത്തിയിട്ട് വിളിക്കാമെന്ന് കരുതിയിട്ടാണെന്നൊക്കെ പറയട്ടോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അവിടുത്തെ? അച്ഛനും അമ്മയ്ക്കും എന്ത് എടുക്കണം? നിന്നെ കാണാനിട്ടാണ് എല്ലാവർക്കും വിഷമം. നീ എവിടെയെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ആണോ? എനിക്കും വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അനിയൻകുട്ടൻ ഇവിടെ തനിച്ചല്ലേ, അപ്പോൾ പിന്നെ എനിക്ക് വരാൻ പറ്റൂലല്ലോ എന്ന് പറയുകയാണെ. അനിയൻകുട്ടൻ്റെ കാര്യം ചോദിച്ചപ്പോൾ എങ്ങനെയുണ്ട് എന്ന് നോക്കിട്ടോ. കുഴപ്പമൊന്നുമില്ല, വർഗീസാരനാണെന്ന് അനിയൻകുട്ടന് ഭക്ഷണം കൊടുത്തത്. ആള് അനിയൻകുട്ടനെ തുടപ്പിച്ച് വൃത്തിയാക്കി ഭക്ഷണമൊക്കെ കൊടുത്തത് 8 മണിയായപ്പോൾ പോയുള്ളൂ. പിന്നെ മേരി ചേച്ചി എനിക്ക് കൂട്ടായിട്ട് കിടക്കുന്നുണ്ട്. പൊക്കോളാൻ പറഞ്ഞിട്ട് തീരെ പോകുന്നില്ല. അവരോടൊക്കെ ഉള്ള കടപ്പാട് എങ്ങനെ തീർത്താൽ തീരുന്ന പറയണേന്നൊക്കെ വേദ അങ്ങനെ പറയുകയാണെ. അന്നേരം വിക്രം പറയുന്നുണ്ട്, ചില ആൾക്കാർ എങ്ങനെയാണ് വേദ, തിരിച്ചൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല നമുക്ക് ഓരോന്നും വേണ്ടി ചെയ്യുന്നത്. പിന്നെ കടപ്പാടിൻ്റെ കാര്യം പറഞ്ഞാൽ അവർക്ക് വിഷമാവും. അതേക്കുറിച്ചൊന്നും നീ പറയാൻ നിൽക്കണ്ട. അങ്ങനെയൊന്നുമില്ല. അതെ, നീ പുറത്താണ് നിൽക്കുന്നത്? അതെ, പുറത്താണ് നിൽക്കുന്നത്. അപ്പോൾ കാറ്റിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ആണോ? എനിക്കെന്തോ വല്ലാത്തൊരു സങ്കടം പോലെ എന്ന് പറയും. എന്ത് സങ്കടം? ഞാൻ വിക്രം ഇവിടെ ഇല്ലല്ലോ എന്ന് പറയട്ടോ. അതുകൊണ്ടാണോ? ഞാൻ 2-3 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, എന്നാലും ഇത്രയും നാളടുത്തുണ്ടായിട്ട് ഇല്ലാണ്ടായപ്പോൾ ഒരു വിഷമം എന്ന് പറയട്ടോ. അപ്പോൾ വിക്രം പറയണം, അപ്പോൾ ഇപ്പം കുറച്ച് ദിവസം അടുത്തില്ലാണ്ടായപ്പോൾ ഇത്രയും വിഷമം, അപ്പോൾ ഇനി കുറേ നാൾ അടുത്തില്ലാണ്ടായാലോ എന്ന് വിക്രം ചോദിക്കുകയാണ് കേട്ടോ വേദനോട്. അപ്പോൾ വേദ പറഞ്ഞു, എപ്പോൾ നോക്കിയാൽ പിരിയണ കാര്യം മാത്രമേ ഉള്ളൂ, പിരിയണ കാര്യം മാത്രമല്ലാതെ വേറെ ഒന്നും പറയാനില്ലേ? അല്ല, അങ്ങനെ വന്നാൽ എന്താ, അങ്ങനെ വന്നാൽ ഇനി അങ്ങനെ ഒന്നും പറയണ്ട എന്ന് പറഞ്ഞിട്ട് വഴക്ക് പറയാണ് കേട്ടോ. എന്തായാലും വെച്ചോ, കിടന്നുറങ്ങാൻ നോക്കാൻ പറയട്ടോ. നമുക്ക് പാതിര വരെ സംസാരിച്ചിരിക്കാം. വേണ്ട, ഇവിടെ മേരി ചേച്ചി കിടക്കുന്നുണ്ട്. മേരി ചേച്ചി അറിഞ്ഞാൽ എന്ത് വിചാരിക്കും? വിക്രം വെച്ചോ എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യാണ് കേട്ടോ ഫോൺ. പിറ്റേ ദിവസം രാവിലെ തന്നെ വിക്രം ചായ കുടിക്കാൻ വന്നിരിക്കുക കേട്ടോ. മാഷും അതുപോലെ തന്നെ നന്ദിനിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും വേദനയെ കൂടി കൊണ്ടുവരായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, കൊണ്ടുവരാം എന്ന് പറയട്ടെ. അപ്പോൾ വേദന മാത്രം ഇത്ര ദൂരെ ഒരു സ്ഥലത്ത് തനിച്ച് നിർത്തിയിട്ട് എന്താവശ്യം സാധിക്കാനാടാ നീ ഇങ്ങോട്ട് വന്നത് എന്ന് നന്ദിനി ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ, ആരെങ്കിലോട് ചെന്നത് പറഞ്ഞു കൊടുക്കാനുണ്ടോ എന്ന് മാഷ് ചോദിക്കാണ്. അതെന്താ അച്ഛാ അങ്ങനെ പറഞ്ഞത്? ഞാനിവിടെയുള്ള കാര്യങ്ങളൊക്കെ വല്ലവരോട് ചെന്ന് പറഞ്ഞു കൊടുക്കാറുണ്ടോ എന്ന് ചോദിക്കണം. അല്ല, എൻ്റെ ക്യൂരിയോസിറ്റി കണ്ടപ്പോൾ ചോദിച്ചതാ. അതെ, ഇവനൊരാളെ തട്ടിക്കൊണ്ടുപോകാൻ വന്നതാന്ന് പറഞ്ഞിട്ടോ. അപ്പം അതിനെ ചോദിക്കാൻ കേട്ടോ. അല്ല, പിന്നെ ഇവളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ ശരിയാവുള്ളൂ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ശ്രീജ പറഞ്ഞാണ്, അല്ല ഒന്നും അറിയാത്ത നന്ദിനിക്ക് പോലും തോന്നി ഈ വേദന അവിടെ തനിച്ചാക്കി പോകുന്നത് ശരിയല്ല, എന്താ ഒന്നും അറിയാത്ത പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദിനി ഇങ്ങനെ കുശുമ്പ് കൂത്താണ് കേട്ടോ. നേരം കമലമ്മ ചോദിക്കണം, മോനെ വേദന ഫോണിൽ വിളിച്ച് കിട്ടുമോ എന്ന് ചോദിക്കണം. അതിനെന്താ അമ്മ, ഞാൻ വിളിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഫോൺ വിളിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഫോൺ വിളിച്ച് കൊടുക്കുമ്പോൾ കമലമ്മ വേദമോളെ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഓടുകയാണ് കേട്ടോ. അതുകൊണ്ട് നന്ദിനിക്ക് കുശുമ്പ് തോന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അങ്ങനെ പ്രമോണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് പ്രമോല് കമലമ്മ നമ്മളെ വിക്രമിനെ കെട്ടിപ്പിടിച്ച് കരയുന്നതായിട്ടുള്ള ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം ശ്രീലക്ഷ്മിക്ക് ഫോണിലേക്ക് വിളിക്കാൻ കേട്ടോ വിക്രം. എന്നിട്ട് ഒരു വോയിസ് നോട്ട് അയച്ചിട്ടുണ്ട്. അത് കേട്ടതിന് ശേഷം ഞാൻ വീണ്ടും വിളിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ സന്തോഷിന്റെ കാര്യങ്ങളും അവർ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ കേട്ടോ. അപ്പോൾ ഇറങ്ങി പോരാൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ശ്രീലക്ഷ്മി സംസാരിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് പ്രമോല്. പിന്നെ മാത്രം വേറൊരു കാര്യം കൂടി കാണിക്കുന്നുണ്ട്. നമ്മുടെ ജോബിയും പോലീസുകാരും തമ്മിൽ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ സാബു പറഞ്ഞു, സാബുവിനായിട്ട് കണക്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ പോലീസുകാരൻ. അപ്പോൾ നേരിട്ട് അവനോട് ഒരു യുദ്ധത്തിന് നിൽക്കണ്ടെന്നാണ് സാബു പറഞ്ഞതെന്ന് പറയാം കേട്ടോ. കാരണം സാബുവിൻ്റെ അനുഭവം അതായതുകൊണ്ട് പറഞ്ഞതാണ്. ജോബി എന്തായാലും നമ്മുടെ വിക്രമിൻ്റെ നാട്ടിലേക്ക് വിക്രമിനെ അന്വേഷിച്ച് വരാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീനിസാറിൻ്റെ അടുത്തേക്ക് വിക്രം ആ കാര്യത്തിന് അനുവാദം വാങ്ങാനായിട്ട് വരുന്നതുമായിട്ടും കാണിക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.